Hi friends, welcome to Shameeskitchen Kitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് ചോറിന്റെ കൂടെ നമുക്ക് സൈഡായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പഴയകാല ഉള്ളി മുളക് തിരുമ്മിയതാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടിട്ട് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ആ ഓള് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ ഉള്ളി മുളക് തിരുമ്മിയ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു വലിപ്പത്തിന് കുറച്ച് പുളിയൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അളവിൽ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഈ ഒരു അളവിൽ മാത്രം മതിയാവും. അപ്പോൾ ഈ പുളി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പച്ചവെള്ളം ചേർക്കരുത്, കഞ്ഞിവെള്ളം തന്നെ ചേർക്കണം കേട്ടോ. കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ഈ ഉള്ളി മുളക് തിരുമ്മിയ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ചൂടായിട്ടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ. അതായത് പഴങ്കഞ്ഞിയുടെ വെള്ളം എടുക്കരുത്, ചൂട് കഞ്ഞിയുടെ വെള്ളം തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കിയ ചോറിൻ്റെ കഞ്ഞിയുടെ വെള്ളം തന്നെ എടുക്കാവുന്നതാണ്. ഇതുപോലെ കുറച്ച് കഞ്ഞിവെള്ളം നമ്മുടെ പുളിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇതൊന്ന് കുതിർന്ന് കിട്ടുന്ന ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്നൊന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു ഫ്രൈയിങ് പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1 കപ്പ് അളവിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. അതായത് ഇതിലേക്ക് നമുക്ക് സവാള ചേർത്തിട്ട് തയ്യാറാക്കാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ. സവാളയ്ക്ക് നമ്മുടെ ഈ ചെറിയ ഉള്ളി ചേർത്ത് തയ്യാറാക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഇതൊരു സാധാരണ നമ്മൾ പണ്ട് മുതലേ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് അറിഞ്ഞുകൂടാത്ത പലരും ഉണ്ടാവും, അവർക്കിത് ഉപകാരപ്പെടും. അപ്പോൾ ഇത് മറന്നു പോയിട്ടുള്ളവർക്കും അത് യൂസ് ആവും. നമ്മുടെ ഈ ചെറിയുള്ളിയുടെ കളറൊക്കെ നല്ലതുപോലെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വിറകടുപ്പുണ്ടെങ്കിൽ ആ വിറകടുപ്പിലേക്ക് നമുക്കിപ്പോൾ ഈ പപ്പടക്കമ്പിയൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് ഇതുപോലെ ഓരോ ചെറിയുള്ളിയും കുത്തി വെച്ചതിന് ശേഷം ആ വിറകടുപ്പിലേക്ക് വെച്ചിട്ട് ആ കനലിൽ വെച്ച് നമുക്കിത് ചുട്ടെടുത്ത് തയ്യാറാക്കാം കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ അങ്ങനെ വിറകടുപ്പൊന്നും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വീടുകളിലും ഉണ്ടാവാറില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു കറക്റ്റ് രുചിക്ക് തന്നെയായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഒരല്പസമയം നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റിക്കെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ചെറിയുള്ളിയുടെ ആ പുറം ഭാഗമൊക്കെ ഇതുപോലെ കളറും മാറി നല്ലൊരു ബ്രൗൺ കളർ, ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് മാറും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം വരെ നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാകും. ഇത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ആ ചെറിയുള്ളിലേക്ക് നന്നായിട്ട് ഇരുന്ന് വെന്തിട്ടുണ്ടാകും കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ ചെറിയ രീതിയിലല്ലേ ഇതൊന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഇതുപോലെ ഇതിൻ്റെ കളർ, ഇതിൻ്റെ പുറം ഭാഗത്തെ കളർ ഈ ഒരു രീതിക്ക് ഒന്ന് മങ്ങി കിട്ടണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റാവുന്നതാണ്. ഇതുപോലെ എല്ലാം നമ്മളൊന്ന് വഴറ്റി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വീണ്ടും അതേ ഫ്രൈയിങ് പാനിലേക്ക് തന്നെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു 10-12 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് എരിവുള്ള വറ്റൽമുളകും കുറച്ച് ഇതൊക്കെ എരിവ് കുറഞ്ഞിട്ടുള്ള വറ്റൽമുളകാണ് കേട്ടോ. അപ്പോൾ 2 രീതിയിലുള്ള വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. അതായത് ഇതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി കിട്ടണം. ഇനി ഇതിലേക്ക് എക്സ്ട്രാ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതായത് നമ്മുടെ ഉണ്ടായിരുന്ന ആ ഒരു അല്പം എണ്ണയിൽ തന്നെ ധാരാളം മതിയാവും. അതിലേക്കിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരു അല്പം കൂടി കുറച്ച് വെച്ചിരിക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, എങ്കിൽ പിന്നെ നല്ലതുപോലെ നമുക്ക് മൊരിഞ്ഞ് കിട്ടില്ല. നമ്മുടെ ഈ വറ്റൽമുളക് നന്നായിട്ട് നമുക്ക് വറ്റൽമുളക് മൊരിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കനലിൽ വെച്ചിട്ടാണ് നമ്മളിത്, വിറകടുപ്പിലെ കനലിൽ വെച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നതെങ്കിൽ അപ്പോൾ ആ ഒരു രീതിക്ക് കേട്ടോ. കുറച്ച് സമയം മാത്രം ഒന്ന് കളറ്, പുറം ഭാഗത്തെ ആ ഒരു കളറ് മാറുന്നവരെ മാത്രം വെച്ചിരുന്നാൽ മതിയാവും. ഇതുപോലെ കുറച്ച് സമയം നമ്മളൊന്ന് വറുത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ മുളകെല്ലാം അതിൻ്റെ കളറൊക്കെ ഇതുപോലെ ഒരു ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് മാറും കേട്ടോ. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. അതായത് ഇതിങ്ങനെ കറുത്ത് പോകരുത്, ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നവരെ മാത്രം ഒന്ന് വറുത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇനി നമുക്ക് ഇതും ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാവുന്നതാണ് കേട്ടോ. ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഒരു ഇടികല്ലിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇടികല്ലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം നമുക്ക്. ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ഉള്ളിയെല്ലാം ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ വറ്റൽമുളക് ഒന്ന് ചതച്ചെടുക്കാം.
മിക്സിയിലിട്ട് നമ്മളിതൊന്നും പൊടിച്ചെടുക്കരുത് കേട്ടോ. അതല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇടികല്ല് ഒന്ന് ചതച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ തന്നെ കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. കൈവച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മുടെ ചെറിയുള്ളിയും അതുപോലെ തന്നെ നമ്മളിതാ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. മുളകിൻ്റെ എരിവൊക്കെ നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. പക്ഷേ ഇത് കുറച്ച് എരിവ് ഇങ്ങനെ മുമ്പിൽ നിൽക്കണം, അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മാത്രം പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളിയുടെ അളവ് വന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, ചിലർക്ക് പുളി കൂടുതലായിട്ട് വേണം, ചിലർക്ക് പുളി കുറവായിട്ട് മതിയാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം പുളിവെള്ളം കൂടി ചേർക്കാവുന്നതാണ്. പുളിവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ചൂട് കഞ്ഞിക്കൊപ്പമോ നല്ല പഴം കഞ്ഞിക്കൊപ്പമോ എങ്ങനെ വേണമെങ്കിലും നല്ല സൂപ്പറായിട്ടുള്ള സലാഡാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് ഇതിലേക്ക് പുളി എടുത്തിട്ടുള്ളത്. പുളിയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. അതായത് കുറച്ച് പുളി മതിയെങ്കിൽ, പുളിയുടെ അളവ് കുറഞ്ഞ അളവിൽ മതിയെങ്കിൽ കുറഞ്ഞ അളവിൽ നമുക്ക് എടുക്കാം. കുറച്ചുകൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് എടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കപ്പയും ചക്ക ഇളക്കിയതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റാണ് കേട്ടോ. സൂപ്പർ കോമ്പിനേഷനാണ്. ഉറപ്പായിട്ട് ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.